ഇങ്ങനെ എന്നാ പറ്റിയത്? ഇത്ര പെട്ടെന്ന് അടിപ്പെട്ട് വീഴാൻ? കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വിശ്വാസത്തിൽ നിന്ന് കഴിച്ചായിരുന്നു. അതുകൊണ്ട് അടുത്ത വിശ്വാസത്തെ ഡൽഹിയിൽ നിന്ന് മോളിക്കുട്ടിയെയും പിള്ളേരെ അമേരിക്കയിൽ നിന്ന് സണ്ണിക്കുട്ടിയെയും പിള്ളേരെ നിർബന്ധിച്ചു കൊണ്ടുവരണം. ഇവിടെ തന്നെ താമസിപ്പിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഉറപ്പിച്ച രാത്രി കുറെ കഴിഞ്ഞപ്പോൾ നല്ല രാത്രി പറഞ്ഞ് നീതിന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ ഉറങ്ങാൻ എന്റെ കിടപ്പ് മുറിയിലേക്ക്. അപ്പൊ എനിക്കൊരു ഫോൺ. അപ്പൊ ഞാൻ എങ്ങോട്ട് പോകൂടാ? കേട്ടപ്പോ എന്റെ ഇടയ്ക്ക് നെഞ്ചിലൂടെ ഒരുപാട് പാഞ്ഞു പോയതാ. പോത്ത് തെളിയുമ്പോ അനിയത്ത് ആശുപത്രി ചുറ്റും നേഴ്സുമാർ പിന്നാലെ പോകി. അവരുടെ പാപ്പി ഞാനത് പറയണോ? പറഞ്ഞോടാ, ഇനി ഞാൻ മരിക്കാനൊന്നും പോകുന്നില്ലല്ലോ. വിവരറിയിച്ചതിന്റെ 3-ാം ദിവസം തന്റെ നമ്മളെ ഇനി വെക്കിയത് പരിശോധിച്ച ഡോക്ടർമാർ വിധിയും പറഞ്ഞു. താൻ ഇനി എഴുന്നേക്കാൻ പോയില്ലെന്ന്. ഒരുപാട് പണം മാറി എറിഞ്ഞാൽ ചിലപ്പോ ജീവൻ തിരിച്ചു കിട്ടിയത്. പിന്നെ അമേരിക്ക കൊണ്ടുപോയാൽ താൻ ചിലപ്പോ എഴുന്നേറ്റ് നടന്നേക്കും. എന്റെ അവൻ ചണ്ണിക്കുട്ടി അവൻ ഒറ്റയടിക്ക് വീട്ട് പറഞ്ഞു, അപ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അവനെ അപ്പന്റെ പുറകെ നടക്കാൻ നേരമില്ലെന്ന്. കൊടുക്കും ആങ്ങളെ പെങ്ങളും കൂടി ചർച്ച കോണി കൂടി ഊത്ത പണമുണ്ടല്ലോ ഡോക്ടറുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി തന്നെ കൊന്നടാവും. ഭാഗ്യടാ ബാക്കി. അല്ലെങ്കിൽ കീറമായ കിടന്ന ഉള്ളിൽ തോന്നി ജീവി പഴുത്ത് എടാ ബാക്കി. ഞാൻ മരിക്കുമ്പോ നീ എന്റെ അടുത്ത് മരിക്കോളാ. അപ്പോ എന്റെ അന്ത്യാഭിലാഷം നീ എല്ലാവരും പറഞ്ഞിടാ ബാക്കി. അപ്പയച്ചന്റെ അവയവദാനത്തിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. അപ്പോ മക്കള് പറഞ്ഞു അവർക്ക് അതിന്റെ പുറകെ നടക്കാൻ നേരമില്ല. എന്റെ വർത്തമാനം അവർക്ക് വയസ്സായതുകൊണ്ട് കണ്ണാക്കി കൊടുക്കാറൊക്കെ 2 പേർക്ക് 2 ആൾക്ക്. പിന്നെ കരള് കുറേ ഓടുണ്ട്. അങ്ങനെ 4 ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ അത് നല്ല കാര്യമില്ല. കാര്യമൊക്കെ നല്ലതാ. പക്ഷേ മത്തായിച്ചന്റെ മനസ്സിൽ മക്കൾക്കില്ലാതെ തടസ്സമൊന്നും പറഞ്ഞില്ല. എന്നാ വേണമെങ്കിൽ ആയിക്കോട്ടെ എന്നോട് പറഞ്ഞു. ഞാൻ വികാരിച്ചനെ കണ്ട് ആരെയും നന്ദിയാക്കി. അങ്ങനെ മത്തായിച്ചന്റെ കാലിനെ കൊണ്ട് 4 ജീവൻ രക്ഷിച്ചു. സ്വന്തം മക്കൾക്ക് വേണ്ട ആ 4 പേർക്കെങ്കിലും എന്നെ വേണ്ടി വന്നല്ലോ. ദൈവത്തിന് സ്തുതി. മത്തായിച്ച
രണ്ട് ചെറിയ ടീച്ചറാ പാപ്പി. ഇല്ലവിടെ മത്തായിച്ച, അവൾ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ആശുപത്രിയുടെ മണം പിടിക്കൂല. പിതാവേ, അന്ത്യജലം കിട്ടാതെയാണോ പിതാവേ ഞാൻ മരിച്ചത്? ഇല്ലടോ മത്തായിച്ച, ഞാൻ അത്രയ്ക്ക് ഭാവിയല്ലടോ. എന്റെ ചുണ്ടിൽ ജീവന്റെ അന്ത്യജലം ഞാൻ ഈ പാപ്പി ഇറ്റിച്ചോ. പക്ഷേ ഞാൻ ഭാവിയാ, തന്റെ ഭാവി കുഞ്ഞി. ഹലോ, അതെ ഭാവിയാ. ഓ മനസ്സിലായി, അറിഞ്ഞോ? ഓ ചെയ്തോ. ഓ അങ്ങനെ പറഞ്ഞേ. ഓ ആയിക്കോട്ടെ. ശരി. ആ പാപ്പി, നീ കൊറേ തന്റെ പൊന്നാരമോ കന്നിക്കുട്ടി അന്ന് നെടുവാസിയിലേക്ക് വന്ന് പണ്ടാരോ ചിരിക്കണോ, ചിരിച്ച് ചിരിച്ച് വലിക്കണോ. നാളെ കാലത്തെ ഇങ്ങോട്ട് കെട്ടിയെടുക്കൂ. വൈകുന്നേരം തന്റെ ശവടക്ക് തന്നെ ഉടലോട് സ്വർഗത്തിലോട്ട് കെട്ടിയെടുക്കാൻ മെത്രാന്റെ നേതൃത്വത്തിൽ 5 അച്ഛന്മാരുടെ വാക്കുവാന ബാല്യകാലം വിലാപയാത്ര വെടിക്കെട്ട് ശവസംസ്കാരം അങ്ങടോ. മലയാറ്റൂർപ്പള്ളിയിലെ പെരുന്നാൾ പൂരം ഏറിക്കിടന്നോ, ഏറിക്കിടന്നോടോ. പിന്നെ കാലത്ത് ഊട്ടീശപ്പെടും തന്റെ മുഖത്തിരിക്കാൻ പണ്ടൊക്കെ കിടന്നോളൂ. കുഞ്ഞിന്റെ നല്ല രാത്രി. ചുടല പറമ്പിൽ
ജന്മം പാപ്പി അപ്പൊ നമ്മൾ തമ്മിൽ പിരിയുന്നു. യാത്രയെ ഓരോ ഇടിക്കലൊക്കെ കഴിഞ്ഞ് ബന്ധുക്കളും സ്വന്തക്കാരും കാണാൻ പോകും. എന്റെ ശവക്കലവയിൽ ഞാൻ ജനിച്ചാണ്. കാലം കുറെ കഴിയുമ്പോൾ എന്റെ കല്ലറക്ക് ചുറ്റും കാട് പിടിക്കും. അപ്പൊ നീ ഇടയ്ക്ക് കവറുകൾ വരുന്ന പാപ്പി ആ കാടിലേക്ക് വായിച്ചു നോക്കണം. അപ്പോഴും എന്റെ കല്ലറയിൽ ഞാൻ നെഞ്ചു നിർത്തി കിടക്കുന്നാവും. ആ നെഞ്ചിന്റെ കഴുപ്പൊന്ന് മാറ്റാൻ ആവിന്ന് പറ്റാൻ ഒരു കുട്ടി തണുത്തവല്ല നീ ആ കല്ലറയിൽ ഒഴിക്കണം. അപ്പോ പാപ്പി കുഞ്ഞിനെ ഒത്തടിച്ചത് കുട്ടി കത്തിൽ നട്ടതാക്കി. പ്രിയമുള്ളവരെ, നിങ്ങൾ യാത്ര കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിലെ ഇരുണ്ട മുറിയിലെ കട്ടിലിൽ ഒരാൾ കിടക്കുന്നുണ്ടാവും. അത് നിങ്ങളുടെ അപ്പനോ അമ്മയോ ആവാം. ഒരു നിമിഷം ആ മുറിയിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിക്കണം, അപ്പച്ച ആഹാരം കഴിച്ചു, അമ്മച്ചി മരുന്ന് കഴിച്ചു. ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ ഓർക്കുക, കാലങ്ങൾ കഴിയുമ്പോൾ ആ ഇരുണ്ട മുറിയും കട്ടിലും അവിടെ തന്നെ ഉണ്ടാവും. ആ കട്ടിലിൽ ഒരാൾ കിടക്കുന്നുണ്ടാവും. ആ ഒരാൾ നിങ്ങൾ തന്നെ